ഗൈസ്, റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാമ്പങ്ങ കൊണ്ട് ഒരു കിടിലൻ അച്ചാറാണ്. അപ്പോൾ ഇതുകൊണ്ട് അച്ചാർ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, അച്ചാർ കഴിച്ചിട്ടുമില്ല. അപ്പോൾ അത് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇട്ട് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ചാമ്പയ്ക്കെല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് നുറുക്കി അടുപ്പത്തേക്ക് ഇടാം. അപ്പോൾ ചാമ്പയ്ക്കയിൽ നിന്ന് സ്വമേധയാ കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി വരുന്നതായിരിക്കും. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ അവിടെ ആദ്യം മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്ക് ഈ അച്ചാറിൽ ചേർക്കാനുള്ളതാണ്. ഈ സമയത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഉപ്പ് ആഡ് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുക. അപ്പോൾ ഈ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാധനങ്ങളെല്ലാം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം ഞങ്ങൾ കുറച്ച് ഒരു പുളിയുള്ളത് കൊണ്ട് കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് കരിഞ്ഞു പോകാൻ പാടില്ല. അത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് ഇളക്കാനായിട്ട്. ശേഷം നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുള്ള ചാമ്പയ്ക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിനുശേഷം കടുക്, ഉലുവ പൊടിച്ചെടുത്ത ആ പൊടി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കുന്നതിന് തൊട്ട് മുന്നെയായിട്ട് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതേ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലിലോട്ട് വീണ്ടും വരിക. ബൈ ബൈ.